എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെയൊക്കെ കണ്ണിൽ കാണുന്ന തിളക്കം, നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി, നിങ്ങളുടെ അഭിമാനമായ ഈ നിമിഷം എനിക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 22-നാണ്, ഈ ദിവസത്തിലാണ് ത്രൈവിന് ജന്മം നൽകിയിട്ടുള്ളത്. ഇന്ന് നാം ഇവിടെ നിൽക്കുന്നത് ഈ ഒരു വർഷത്തെ നമ്മുടെ പ്രവർത്തനത്തെ വിലയിരുത്താനും നമുക്ക് നന്ദി പറയേണ്ടവരോടൊക്കെ നന്ദി പറയാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഞാനിവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. ത്രൈവ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 500-ലേറെ വിദ്യാർത്ഥികളുടെ പഠന പ്രയാസം പരിഹരിച്ചു അവരുടെ രക്ഷിതാക്കൾക്ക് സമാധാനം നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മാഭിമാനം. അതിന് കാരണക്കാരായ പ്രിയപ്പെട്ട നമ്മുടെ ത്രൈവിൻ്റെ മെൻറ്റേഴ്സ് നിങ്ങളാണ്. നിങ്ങൾ ഇന്നിവിടെ ചിരിച്ചിരിക്കുന്നത് പോലെ നിങ്ങളാണ് ഈ ത്രൈവിൻ്റെ ശക്തി എന്നുള്ളത്. അത് പ്രത്യേകമായി നിങ്ങൾക്ക് നന്ദി പറയേണ്ടതില്ല. നാം ഒരു ടീമാണ് എന്നറിയെങ്കിൽ കൂടി നിങ്ങൾക്ക് പ്രത്യേകമായ കൃതജ്ഞത അറിയിക്കുകയാണ്. കേവലം ഒരു വർഷം എന്നുള്ളത് ഒരു സംരംഭത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാലയളവാണെങ്കിൽ കൂടി ത്രൈവിന് കിട്ടിയ അനുഭവ പാഠങ്ങൾ വലിയതായിരുന്നു. എത്രയെത്രയോ രക്ഷിതാക്കൾ അവരുടെ വേദനകൾ, അവരുടെ ആദി മാറ്റുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തരുണത്തിൽ നമ്മെ ഈ ഒരു ബ്രാൻഡായി വളർത്തുവാൻ വേണ്ടി സഹായിച്ച ഒട്ടനവധി ആൾക്കാരുണ്ട്, സ്നേഹജനങ്ങളുണ്ട്, നമ്മെ സഹായിച്ച സമൂഹമുണ്ട്. അവരോടൊക്കെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഇതിൻ്റെ ഫൗണ്ടർ എന്ന നിലയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. 2023 ഓഗസ്റ്റ് 22 കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ ലോഞ്ച് ചെയ്ത ഈ കമ്പനി, ആ സമയത്ത് നമുക്കുണ്ടായത് 5 വിദ്യാർത്ഥികളും 2 ടീച്ചറും മാത്രമായിരുന്നു. അവിടെ നിന്ന് 2024 ഓഗസ്റ്റ് 22 എത്തുമ്പോൾ 500-ലേറെ വിദ്യാർത്ഥികൾക്ക് പഠന പ്രയാസം പരിഹരിക്കുന്ന 30-ലേറെ ജീവനക്കാരുള്ള വലിയൊരു കമ്പനിയായി മാറുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേവലം ഒരു വർഷം കൊണ്ട് നമ്മുടെ കമ്പനിയെ ജനകീയമാക്കുന്നതിൽ ഏറെ സഹായിച്ചത് ത്രൈവ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലുള്ള ടീച്ചർമാരുടെ അകമൊഴിഞ്ഞ സേവനമാണ്. 24 മണിക്കൂറും എന്നതുപോലെ തങ്ങൾക്ക് കിട്ടിയ വിദ്യാർത്ഥിയെ അവരുടെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുവാനും അവരുടെ രക്ഷിതാക്കളുമായി നിരന്തരം ബന്ധപ്പെടാനും കാണിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി പിഴക്കാത്ത ലക്ഷ്യവുമായി മുന്നോട്ട് പോയ നമ്മുടെ മെൻറ്റേഴ്സിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചേഴ്സിനെ ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഹെഡായി നമ്മുടെ കമ്പനിയുടെ മാനേജറായി പ്രവർത്തിക്കുന്ന സമീറ മാമിനെയും അവരുടെ കൂടെയുള്ള എല്ലാ ടീമിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും അവർക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സമയത്ത് പ്രത്യേകമായി എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ രക്ഷിതാക്കൾ തന്നെയാണ്. 500-ലേറെ വരുന്ന കുട്ടികളുടെ പഠന പ്രയാസം ഓൺലൈനിലൂടെ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണെങ്കിൽ കൂടി അത് പ്രാവർത്തികമാക്കാൻ നമ്മെ സഹായിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ്, പ്രത്യേകിച്ച് മാതാക്കളാണ്. ആ സമയമാകുമ്പോൾ കുട്ടികളെ ക്ലാസ്സിലേക്ക് ഇരുത്തുവാൻ വേണ്ടിയും നാം പറയുന്ന ആക്ടിവിറ്റികൾ കൃത്യമായി ചെയ്ത് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയും നിങ്ങൾ കാണിച്ച പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ കാണിച്ച സഹനവും ക്ഷമയുമാണ് നമ്മുടെ മക്കൾക്ക് ഇന്ന് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ലോകത്തിൻ്റെ വിവിധ കോണിൽ ഇരുന്നു കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. കേരളത്തിലും ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും GCC കൺട്രിയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെയുള്ള വിദ്യാർത്ഥികൾ ഓൺലൈനിലൂടെയാണ് പഠിക്കുന്നത്. എന്നാൽ നമ്മുടെ മക്കളാവട്ടെ പഠനത്തിൽ പിറകോട്ടാണ് താനും. വർഷങ്ങളായി സ്കൂളിൽ പോയിട്ടും എഴുതുവാനും വായിക്കുവാനും അറിയാത്ത ഈ മക്കളെ ഓൺലൈനിലൂടെ പഠിപ്പിച്ചെടുക്കുവാൻ വേണ്ടി 2 വിഭാഗം ആളുകളാണ് സഹായിച്ചിട്ടുള്ളത്. അതിലൊന്ന് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സാണ്. അവരുടെ ഡെഡിക്കേഷനാണ്, അവരുടെ ഇതിനോടുള്ള ആത്മവിശ്വാസവും ആത്മസമർപ്പണവുമാണ് ഇത്തരത്തിലെത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, എൻ്റെ കുട്ടി ഇങ്ങനെ തന്നെ വളർന്നാൽ നാളെ സമൂഹത്തിൽ അവൻ പിന്തള്ളപ്പെടുമെന്നറിയുന്നത് കൊണ്ട് അതിനുവേണ്ടി നിതാന്ത ജാഗ്രതയോടുകൂടി, അതിലേറെ ക്ഷമയോടുകൂടി, സഹനത്തോടുകൂടി ഓരോ കുട്ടിയെയും തളർത്താതെ തലോടി അവരോട് ചേർന്ന് നിന്ന പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾക്ക് ഇത്തരുണത്തിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ത്രൈവിൻ്റെ ഫൗണ്ടർ എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ത്രൈവ് എന്ന ഈ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൻ്റെ ജന്മത്തിനും പിറവിക്കും എന്നെ സഹായിച്ച ഒട്ടനവധി ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് സർവശക്തനോട് 1000 കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ മാതാപിതാക്കന്മാർ, നമ്മുടെ ഗുരുജനങ്ങൾ, ഇവരുടെയൊക്കെ നസീമമായ സഹകരണവും അതിലേറെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള
പ്രാർത്ഥനയുമാണ് നമ്മെ ഈ രൂപത്തിൽ എത്തിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ സമകാലിക ലോകത്ത് ഒട്ടനവധി ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവർ നിരവധി കോഴ്സുകൾ നടത്തുന്നുമുണ്ട്. എന്നാൽ ത്രൈവ് സ്പെഷ്യലായി ഫോക്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ മാത്രമാണ്. പഠനപ്രയാസം പരിഹരിക്കുന്ന മക്കളുടെയും രക്ഷിതാക്കളുടെയും വിഷമം തീർക്കാൻ ഏതൊക്കെ വഴികളുണ്ടോ അതൊക്കെ തേടിയാണ് ഈ വിദ്യാഭ്യാസ പ്രക്രിയ ഇവിടെ നടക്കുന്നത്. ആദ്യമായി നമ്മുടെ പരസ്യം കണ്ടോ അല്ലാതെയോ ഒരു രക്ഷിതാവ് നമുക്ക് എൻക്വയറി നടത്തുമ്പോൾ നേരിട്ട് കോഴ്സിലേക്ക് ചേർക്കുകയല്ല. 1 മണിക്കൂർ നീളുന്ന ഫ്രീ അസസ്മെൻറ്റ് അവർക്ക് തികച്ചും സൗജന്യമായി നൽകുകയാണ്. ആ അസസ്മെൻറ്റിലൂടെ കുട്ടിയുടെ പഠന നിലവാരവും കുട്ടിയുടെ മാനസികാവസ്ഥയും കുടുംബ സാഹചര്യവും പിന്നിട്ട കാര്യങ്ങളുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഴ്സ്, നമ്മുടെ കൗൺസിലേഴ്സ്, നമ്മുടെ സൈക്കോളജിസ്റ്റ് അടങ്ങിയ വിങ് ഇവർക്ക് ഇനി എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ്. ആ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റെഡിമെയ്ഡ് സിലബസ് അല്ല, ഒരു ടൈലർ മെയ്ഡ് സിലബസാണ്. അതായത് ഈ കുട്ടിക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ നിർമ്മിച്ച് നൽകുന്നത്. കുട്ടിയുടെ പഠന നിലവാരം അനുസരിച്ച്, സാമൂഹിക നിലവാരം അനുസരിച്ച്, ബൗദ്ധിക നിലവാരം അനുസരിച്ച്, കുടുംബാന്തരീക്ഷം പരിഗണിച്ച് എന്താണോ വേണ്ടത് അത് പ്രത്യേകമായി ഒരു സിലബസ് തയ്യാറാക്കുകയും ആ സിലബസാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, ഈ കുട്ടിയും ടീച്ചറുമായി വളരെ ഫ്രണ്ട്ലിയായി അടുത്തൊരു ഫാമിലി അംഗത്തെ പോലെ കുട്ടിയെ കളിച്ചും ചിരിപ്പിച്ചും പഠിപ്പിക്കാൻ കഴിവുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഈ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ 1 വർഷം കൊണ്ട് ത്രൈവ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠന പ്രയാസം പരിഹരിക്കുന്നതിൽ കേരളത്തിലെ മികച്ച സ്ഥാപനമായി ജനങ്ങൾ മനസ്സിലാക്കുകയും അതിലേക്ക് അഡ്മിഷൻ എടുക്കുകയും നല്ല റിസൾട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും നമുക്ക് നൽകാൻ പറ്റിയിട്ടുള്ളത്. മക്കളുടെ പഠന പ്രയാസം പരിഹരിക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ത്രൈവ് സ്പെഷ്യൽ എഡ്യൂക്കേഷനെ ഇന്ന് ലോകമറിയുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റാൻ ഏറ്റവും നമ്മെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ മാർക്കറ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള വൗ മീഡിയ ഫാക്ടർ എന്ന കമ്പനിയാണ്. അനുവാചകരുടെ ആവശ്യവും അഭിരുചിയും മനസ്സിലാക്കി അവരിലേക്ക് ഈ ബ്രാൻഡിനെ എത്തിക്കുന്നതിൽ വൗ ഫാക്ടർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പോസ്റ്ററുകളായും വീഡിയോ ആയും ഇടവേളകളില്ലാതെ തന്നെ ബഹുജനങ്ങളിലേക്കും മാതാപിതാക്കളിലേക്കും നമ്മുടെ പരസ്യങ്ങൾ എത്തിക്കുവാനും അതിലേറെ ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി നമ്മെ ഏറെ സഹായിച്ചിട്ടുള്ളത് വൗ ഫാക്ടർ എന്ന വലിയൊരു ടീമാണ്. എല്ലാവർക്കും വൗ ഫാക്ടറിലെ ഓരോരുത്തരും നമ്മുടെ സഹോദരന്മാരെ പോലെയാണ്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ മക്കളെ ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ത്രൈവ് നടത്തുന്ന ഈ ശ്രമത്തിൽ 360 ഡിഗ്രിയിലായിരുന്നു ട്രാൻസ്ഫോർമേഷൻ നടത്തുവാൻ വേണ്ടി നാം ശ്രമിച്ചിട്ടുള്ളത്. അതിൽ നമ്മെ ഏറെ സഹായിച്ച ഒരു ഘടകമാണ് ത്രൈവിലെ സൈക്കോളജി വിഭാഗം. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ വലിയൊരു വിങ് തന്നെ അണിയറ പ്രവർത്തകരായി നമുക്കുണ്ട്. ഇത്തരണത്തിൽ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്താനുള്ളത് നമ്മുടെ രമ്യ ശങ്കർ മാമിനോടാണ്. നമ്മുടെ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നതിൽ മക്കളുടെ പ്രയാസം നിങ്ങൾ മനസ്സിലാക്കി അവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താതെ സന്തോഷത്തോടുകൂടി അവരെ നിങ്ങൾ സ്വീകരിക്കണമെന്നുള്ള സന്ദേശം നിരന്തരമായി രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നതിൽ ത്രൈവ് വിജയിച്ചത് രമ്യ ശങ്കർ, നദീന ആബിദ് തുടങ്ങിയ നമ്മുടെ സൈക്കോളജി വിഭാഗത്തിലെ പ്രഗത്ഭരായ വ്യക്തികളുടെ സഹായം കൊണ്ട് മാത്രമാണ്. പഠിക്കുന്ന സ്കൂളിലും ജീവിക്കുന്ന സമൂഹത്തിലും ഏറ്റവും പിന്നോട്ട് നിൽക്കുന്ന, അവഗണന നേരിടുന്ന ഈ വിദ്യാർത്ഥികളെ മുന്നോട്ടെത്തിക്കുവാൻ വേണ്ടി ത്രൈവ് പരിശ്രമിക്കുമ്പോൾ നമ്മെ സഹായിച്ച പ്രമുഖരായ എത്രയോ വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മനഃശാസ്ത്ര മേഖലയിലുള്ള ഗുരുനാഥനായ ഡോക്ടർ പോൾ തോമസ്, അതുപോലെ തന്നെ ഡോക്ടർ മാത്യു കണ്ണമല സാർ തുടങ്ങിയ എത്രയോ എൻ്റെ ഗുരുനാഥന്മാർ ത്രൈവിലെത്തുകയും വിവിധ പ്ലാറ്റ്ഫോമിലെത്തുകയും നമ്മുടെ ടീച്ചേഴ്സിന് നിരന്തരമായ ട്രെയിനിങ്ങുകൾ നൽകുകയും വിദ്യാർത്ഥികളുടെ ബിഹേവിയറൽ ചേഞ്ചിന് വേണ്ടി നമുക്ക് ക്രിയാത്മകമായി എന്തൊക്കെ ചെയ്യാമെന്ന് നിരന്തരമായി ഇടപെട്ട് നമ്മെ ഉണർത്തുകയും എന്ത് ഡൗട്ടുണ്ടെങ്കിലും വിളിച്ചാൽ ആ സംശയം തീർത്തു തരുന്ന ഒട്ടനവധി ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. അവർക്കൊക്കെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്.